ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു നാടൻ ബീഫ് വരട്ടാണ്. ഈ ഒരു ബീഫ് വരട്ട് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കഷ്ടപ്പെടാതെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. നമുക്ക് പത്തിരി, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെയും കൂടെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു വരട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് കടക്കാൻ അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്തേക്കാട്ടോ. നമുക്ക് ബീഫ് വരട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ എടുത്തിട്ടില്ല, ഏകദേശം 1 കിലോ കുറച്ച് കുറവായിട്ട് 780-800 ഗ്രാം അളവിൽ വരുന്ന ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ല കറി പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം, ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് എല്ല് ഉണ്ടായിരിക്കണം. അതുപോലെ എല്ലാ പീസസും മിക്സഡ് ആയിട്ടുള്ള പീസസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കരൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചേർത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി അത്യാവശ്യം എടുക്കണം. ഒരു 10-15 ചെറിയുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുക്കുമല്ലോ, അതുപോലെ തന്നെ ചെയ്യണേ. പിന്നെ നമ്മൾ ഒരു തക്കാളി, അത് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഇങ്ങനെ അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും, മല്ലിയില ചേർക്കാം, പുതിനയില വേണ്ട, മല്ലിയില മാത്രം മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ചേർത്തത് കൊണ്ടാണ് ഇത്രയും കുറച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ മീറ്റ് മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കൈ വെച്ചാണ് ഇങ്ങനെ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കൈക്ക് അങ്ങനെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചില വെച്ച് നമ്മുടെ തവി വെച്ച് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ തക്കാളിയൊക്കെ ഇങ്ങനെ ഞെരടി സ്ക്യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലൊന്ന് തടവിയിട്ട് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം മതി, ഒരുപാട് വെള്ളം ചേർക്കേണ്ട. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5-6 വിസിൽ വരുത്താം. ബീഫിൻ്റെ വേവിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. അങ്ങനെ ഇപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളതാണ്. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തങ്ങനെ ഉടഞ്ഞു പോകണ്ട കേട്ടോ, ഒത്തിരി ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ഇളയ ബീഫൊക്കെയാണ്, ഒരുപാട് വേവിച്ച് അലിയിച്ച് കളയരുത്. അന്നപ്പോൾ ഈ ഒരു വരട്ട് അത്ര നന്നായിട്ടുണ്ടാവില്ല. കുറച്ച് ഒരു 90% നമ്മുടെ ബീഫ് കുക്കായിട്ടുണ്ടാവണം. ഈ ഒരു രീതിയിലാണേ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു വരട്ടൊക്കെ റെഡിയാക്കുമ്പോൾ മൺചട്ടിയോ അല്ലെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ പാത്രമോ വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോഴാണ് നല്ല എക്സ്ട്രാ ടേസ്റ്റും കിട്ടുക. അതുപോലെ തന്നെ ഈ എക്സ്ട്രാ ഉള്ള മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്ത് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് എടുക്കണം. ടോട്ടലായിട്ട് ചെറിയുള്ളി ഒരു 25 ചെറിയുള്ളികൾ എടുക്കണം. 15 ചെറിയുള്ളി ആദ്യം ചേർത്തു, പിന്നെ ഒരു 10 ചെറിയുള്ളിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം കളറാവണം. ആ ഒരു കളർ ആവുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തുള്ള വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് വരട്ടി എടുക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു മെത്തേഡാണ് അതിൻ്റെ ആ ടേസ്റ്റിൽ കാര്യമായിട്ട് മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റിലേക്കൊക്കെ വരുന്നത്. വരട്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ വരട്ടി എടുക്കണം. അതുകൊണ്ടാണ് അതിനെ വരട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ കാസ്റ്റ് ചെയ്യേണ്ട പാത്രമാണെങ്കിലും വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുക. ആ പാത്രത്തിന് തന്നെ ഒരു വെള്ളം അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചട്ടി കാസ്റ്റ് അയണൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് വരണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് കുരുമുളക് പൊടി, അവസാനമാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഫ്ലേവേഴ്സ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ, എരിവ് അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഫ്ലേവർ നോക്കി പുളി രസമാണ് അല്ലെങ്കിൽ ബാലൻസിങ് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കറിവേപ്പിലയും വേണമെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബീഫിലൊക്കെ നല്ല നെയ്യും ഒക്കെ ഉള്ള ബീഫാണെങ്കിൽ എണ്ണേൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് എണ്ണ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നെയ്യും അളവൊക്കെ നമ്മൾ അതിനനുസരിച്ച് നോക്കി ചെയ്യാം. പൊറോട്ട, ചപ്പാത്തി, പൂരിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.